ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എന്നുവേണ്ട എല്ലാവരുടെയും മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നവരാണ് അവരുടെ മക്കൾ. ആ മക്കളുടെ വളർച്ചക്കും ഉയർച്ചക്കും പ്രാധാന്യം കൊടുക്കാത്ത രക്ഷിതാക്കളില്ല. അവരുടെ കാര്യത്തിൽ മാതാപിതാക്കളോളം ഉത്കണ്ഠയും ബേജാറുമുള്ള മറ്റൊരാളും ലോകത്തുണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ സദാ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വളരെയേറെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നവരാണ് എല്ലാവരും. ഏറെ ശ്രദ്ധ പുലർത്തേണ്ടവരാണ് എല്ലാവരേക്കാളും വിശ്വാസികൾ. കാരണം ലോകത്ത് പല വിധത്തിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ പലപ്പോഴും അവരുടെ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഈ ഭൗതിക ലോകത്തുള്ള പ്രതീക്ഷകൾ മാത്രമായിരിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ അങ്ങനെയല്ല. മരണാനന്തരവും തനിക്ക് ഉപകാരപ്പെടുന്ന, പരലോകത്ത് തനിക്ക് ഉപകരിക്കുന്ന മക്കളായി മാറണമെന്ന മോഹമില്ലാത്ത ഒരു സത്യവിശ്വാസി ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധയും ഇടപെടലും ഗൗരവതരമായ ഉപദേശങ്ങൾ അവർക്ക് നൽകലും വിശ്വാസികളുടെ കടമയാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ഭവനങ്ങൾ അവരുടെ മക്കളോടുള്ള ഉപദേശങ്ങൾ കൊണ്ട് നിർഭരമായിരുന്നു, അത് നിറഞ്ഞു നിന്നിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ആ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശം നടത്തിയ ഉപദേശത്തിന്റെ നീണ്ട ചരിത്രം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ധിക്കാരിയായി മാറിയ മകനോട് മരണത്തിന്റെ വേളയിൽ പോലും വളരെ സ്നേഹമസരണമായ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടി സത്യത്തിന്റെ പാതയിലേക്ക് എൻ്റെ മോൻ വരണം, ഈ കപ്പലിൽ കയറണമെന്ന് വിളിക്കാൻ വേണ്ടി ആ സമയത്ത് പോലും വളരെയേറെ ശുഷ്കാന്തി പുലർത്തിയ ഉത്സാഹം കാണിച്ച വ്യക്തിത്വമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഫലമുണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം. ഫലം നൽകുന്നതും നൽകാതിരിക്കുന്നതും അല്ലാഹുവാണ്. അതിന് ഒരു രക്ഷിതാവിനെ കൊണ്ടും നിർവാഹമില്ല. പക്ഷേ തൻ്റെ ബാധ്യത നിർവഹിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ചൊക്കെ റബ്ബ് പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ 132 മുതൽക്കുള്ള വചനങ്ങളിൽ റബ്ബ് പറയുന്നുണ്ട് വളരെ കൃത്യമായി തന്നെ, ഇബ്രാഹിം തന്റെ മക്കളോടും യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോടുമൊക്കെ അതിശക്തവും ഗൗരവവുമായ ഭാഷയിലും ശൈലിയിലും ഉപദേശം കൊടുത്തു. എന്ത്? യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് ദീനിനെ തെരഞ്ഞെടുത്തു തന്നിട്ടുള്ളത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് തന്നെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. വളരെ കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടുടനെയാണ് ആ വചനം വരുന്നത് എന്നത് രക്ഷിതാക്കളെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഏത് വചനം? ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞ സന്ദർഭം അസ്ലിം, സമ്പൂർണമായും നീ എനിക്ക് കീഴ്പ്പെടണം, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശൈലി മറുപടിയിൽ എന്തായിരുന്നു? അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിന് ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. അവൻ ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, അവൻ ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല, അവൻ ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാവുകയില്ല. ആ കാര്യം പറഞ്ഞ ഉടനെയാണ് പറയുന്നത് വവസ്സാ ബിഹാ, അക്കാര്യം കൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഉപദേശം കൊടുത്തിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം ബനീഹി, മക്കളോടും വയഅഖൂബു, യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ദീനാണ്, ദീന് വിട്ട് കളിക്കരുത്. ദീൻ ഇസ്ലാം ദീനാണ് നമുക്ക് വലുത്, അതിലപ്പുറം നമുക്കാരും വലുതല്ല. അതുകൊണ്ട് നിങ്ങൾ മരിക്കുമ്പോ മുസ്ലിമായി മരിക്കാനാകണമെങ്കിൽ ആ നിലക്കുള്ള ജീവിതം നിങ്ങളിൽ വേണം. അതുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ നോക്കണം എന്ന് അതിശക്തമായി വസിയത്ത് കൊടുക്കുകയാണ്.
തീർന്നില്ല. തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നത് അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. അല്ലാഹു പറയാണ്, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നനായ വേളയിൽ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മക്കളോട് നൽകുന്ന വസിയത്ത്, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആരെയാണ് മക്കളെ നിങ്ങൾ ആരാധിക്കുക? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കില്ലേ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കൾ കൊടുത്ത മറുപടി, പിതാവേ, അങ്ങ് പരിചയപ്പെടുത്തിയ, അങ്ങയുടെ പിതാക്കൾ പരിചയപ്പെടുത്തിയ, അതേപോലെയുള്ള പൂർവീകരായ പ്രവാചകന്മാര് പരിചയപ്പെടുത്തിയ ആ ഒരു പാതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴ്പ്പെട്ട യഥാർത്ഥ മുസ്ലിങ്ങളായി തന്നെ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് യാക്കൂബ് അലൈഹിസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ ഉപദേശം കൊടുത്തുവോ? നോക്കൂ നിങ്ങൾ, മഹാനായ ലുഖ്മാൻ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതനായ ഒരു പിതാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആദ്യം തന്നെ മകനോട് പറഞ്ഞതെന്താണ്? ശിർക്ക് ചെയ്യരുത് മോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ശിർക്കിനെതിരെ അത് ഗൗരവത്തോടുകൂടെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് കടുത്ത അക്രമമാണ് മോനെ, മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം എന്ന് ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. റബ്ബ് കാണാത്ത ഒന്നില്ല, റബ്ബ് കേൾക്കാത്ത ഒന്നില്ല. നീ എവിടെ പോയി എന്തു ചെയ്താലും അല്ലാഹ് കാണും കേട്ടോ. കറുകറുത്ത പാറക്കെട്ടിനുള്ളിൽ, ഇനി അതല്ലെങ്കിൽ ആകാശത്ത് എവിടെയെങ്കിലും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കൂണിൽ വെച്ച് നീ എന്ത് തന്നെ ചെയ്താലും അതൊക്കെയും അല്ലാഹ് കൊണ്ടുവന്ന് തരും, അല്ലാഹ് കൊണ്ടു തരും. അല്ലാഹ് അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതാണ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ആ നിലക്കുള്ള അതീവ ഗൗരവതരമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പകർന്നു കൊടുത്തത്. പിന്നെയും തുടർന്നുകൊണ്ട് എത്രയാണ് ഉപദേശങ്ങൾ നൽകിയത്. നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, സമൂഹത്തിൽ നന്മ കൽപ്പിക്കേണ്ട കാര്യം പറഞ്ഞു, തിന്മകൾ വിരോധിക്കേണ്ട കാര്യം പറഞ്ഞു. നമുക്കെങ്ങനെ നന്മ കൽപ്പിക്കാൻ കഴിയും? നമുക്കെങ്ങനെ തിന്മ വിരോധിക്കാൻ കഴിയും? ഞാൻ ആ നന്മയുടെ ആളല്ലെങ്കിൽ, ഞാൻ ആ തിന്മയുടെ കൂട്ടുനിൽക്കുന്ന ആളാണെങ്കിൽ നമുക്കെങ്ങനെ അതിന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മക്കളോട് നന്മ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിലും നന്മ വേണം എന്ന് തന്നെയാണ്. തിന്മ വിരോധിക്കണമെന്ന് പറഞ്ഞാൽ, മോനെ, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു തിന്മയിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകരുതെന്ന് തന്നെയാണ്. അതേപോലെ തന്നെ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഇസ്ലാമികമായ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ സമൂഹത്തിൽ പലപ്പോഴും ഒറ്റപ്പെടും. അവരെ തീവ്രവാദി എന്ന് വിളിക്കും, അവർ വളരെ കർക്കശക്കാരനാണെന്ന് പറഞ്ഞേക്കും. ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ പലപ്പോഴും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിക്കുന്നതിലൊക്കെ നീ വല്ലാതെ സഹിക്കുകയും ചെയ്യണം. ബാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല ക്ഷമ വേണം, സഹനം വേണം. ആളുകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞു. ആളുകളോട് സംസാരിക്കുമ്പോൾ കവിളുകൊട്ടി സംസാരിക്കരുത്, കിബിറ് കാണിക്കരുത്. സംസാരത്തിൽ മിതത്വം പാലിക്കണം, സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഒച്ചയിട്ട് സംസാരിക്കേണ്ടയിടത്ത് മാത്രമേ ഒച്ചയുയർത്തി സംസാരിക്കാവൂ. അല്ലാത്തിടത്തേത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വളരെ മയമായി സംസാരിക്കണം, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. തുടങ്ങി എത്രയെത്ര കാര്യങ്ങളാണ് ആ പൊന്നു പിതാവ് മക്കളോട് കൃത്യമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മളത് ശ്രമിക്കേണ്ടതുണ്ട്. വളരെ സ്നേഹമസൃണമായ ശൈലിയിൽ കൃത്യം വ്യക്തവുമായി മനസ്സിലാകുന്ന നിലക്ക് ഗൗരവത്തോടുകൂടെ ഈ കാര്യങ്ങൾ പറയുവാൻ രക്ഷിതാക്കളെ എല്ലാവർക്കും ആ കടമയുണ്ട് എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ് ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി
എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ തഖ്വയുള്ളവരിൽ എന്നെന്നും നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ഇടപെടണം എന്ന രക്ഷിതാക്കളുടെ കടമയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മക്കളോട് വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചത്. പല കാര്യങ്ങളും വളരെ അവരോട് സ്നേഹത്തോടുകൂടി തന്നെ ഗൗരവതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ഹൃദ്യമായി ഉൾക്കൊള്ളാവുന്ന നിലക്കുള്ള ഭാഷയും ശൈലിയും അതിൻ്റേതായ രൂപത്തിൽ അവതരിപ്പിച്ചു. ഒരിക്കൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ്, മാ യംനഉകി അൻ തസ്മഈ മാ ഊസൈകി ബിഹി. ഫാത്തിമ, ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് വസിയത്ത് പറയട്ടെ, അത് കേൾക്കുന്നതിന് എൻ്റെ ഉപ്പാടെ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഒന്നുമില്ലല്ലോ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വാശിക്കാരിയല്ല, പാപ്പ പറഞ്ഞത് കേൾക്കാത്തയാളൊന്നുമല്ല. പക്ഷേ ലോകത്തുള്ള എല്ലാ പിതാക്കൾക്കും രക്ഷിതാക്കൾക്കും മുത്ത മുസ്തഫ ഒരു വാചകത്തിലൂടെ മാതൃക കാണിക്കുകയാണ്. ഇങ്ങനെയാ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? മോളെ പാപ്പ നിന്നോട് പറയുന്നത് കേട്ട് അതുപോലെ ജീവിക്കുന്നതിന് മോൾക്ക് യാതൊരു തടസ്സമില്ലല്ലോ. എന്താ തടസ്സമുള്ളത്? ഒന്നുമില്ലല്ലോ എന്ന് വളരെ ഹൃദ്യമായി ഹൃദയത്തിലേക്ക് തറക്കുന്ന വിധത്തിൽ അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയണ, മോളെ നിനക്കൊരു തടസ്സമില്ലല്ലോ. നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആവുമ്പോൾ ഞാൻ താഴെ പറയുന്ന ദിക്ർ ദുആ നീ എന്നും പതിവാക്കണം. അതിന് നിനക്കൊരു തടസ്സമില്ലല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവേ, എല്ലാത്തിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവായ അല്ലാഹുവേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. എന്താ നിന്നോട് സഹായം തേടുന്നത്? അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യവും അല്ലാഹ് നീ എനിക്ക് നന്നാക്കി തരണേ. ഇന്നത് എന്നൊന്നുകൂടെ പറഞ്ഞില്ല, എല്ലാം പെട്ടു. ദുന്യാവിലെ കാര്യങ്ങൾ പെട്ടു, ദീനിൻ്റെ കാര്യങ്ങൾ പെട്ടു, ആഖിറത്തിൻ്റെ കാര്യങ്ങൾ പെട്ടു. ഇതൊക്കെ വിശാലമായി വിശദീകരിക്കേണ്ടതാണ്. ആ ഒരൊറ്റ പ്രാർത്ഥന, എൻ്റെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പെട്ടു. ദുന്യാവും ആഖിറവും എല്ലാം അതിൽപ്പെട്ടു. ഭാര്യ, മക്കള്, ഭർത്താവ്, കുടുംബജീവിതം, അതുപോലെ തന്നെ ജോലി, ഏത് കാര്യങ്ങളും എന്താവട്ടെ, ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, എന്തും അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ അല്ലാഹ്. വലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എന്നെ കൊള്ള തന്നെ, എന്നിലേക്ക് തന്നെ, തർഫത ഐൻ, ഒരു കണ്ണിമ പറ്റുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ ശ്രദ്ധിക്കാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചോ എന്ന പോലെ നീ എന്നെ വിടരുതേ. സദാ നിന്റെ കാവൽ എന്നിൽ ഉണ്ടാവണം, സദാ നിന്റെ നോട്ടം എന്നിൽ ഉണ്ടാവണം, സദാ നിന്റെ നിരീക്ഷണവും നിന്റെ റഹ്മത്തും നീ എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കണം. ഹയ്യായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ? ഇവിടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ? നമ്മൾ അറിയുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, സ്നേഹത്തോടെ അത് പറയുക. മുത്തു മുസ്തഫ പലപ്പോഴും അങ്ങനെയായിരുന്നു. മക്കളോട്, ചെറിയവരോടും വലിയവരോടൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ, യാ ഗുലാം യാ ഗുലാം ഇന്നി ഉഅല്ലിക ബി കലിമാൻ, കുഞ്ഞു മോനെ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയട്ടെ. യാ മുആദ്, മുആദ് എനിക്ക് നിന്നെ പെരുത്ത് ഇഷ്ടമാണ് മുആദ്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, മുത്തു മുസ്തഫയോട് എൻ്റെ ബാപ്പയും അമ്മയെക്കാളും അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങയോടാണ് എനിക്കിഷ്ടം. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് പറയണം, മോനെ മുആദ് നിന്നോട് ഞാൻ വസിയത്ത് പറയട്ടെ എന്ന് പറഞ്ഞ് വസിയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ശൈലിയിലും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം. മക്കൾക്കും വേണം ആ ബോധം. എൻ്റെ ബാപ്പ എന്നോട് പറയുന്നതിന്, ലോകത്താര് പറയുന്നതിനേക്കാളും എൻ്റെ റബ്ബിനോടുള്ള കടമ കഴിഞ്ഞാൽ, എൻ്റെ മുത്ത മുസ്തഫയോടുള്ള കടമ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കടപ്പെട്ടത് എൻ്റെ മാതാപിതാക്കളാണെന്ന ഗൗരവത്തോടെ രക്ഷിതാക്കളുടെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുവാൻ
മക്കൾക്ക് സാധിക്കണം. ഇന്നത് കയ്പായി തോന്നിയേക്കും, നാളെ അത് നിങ്ങൾക്ക് മധുരമായി അനുഭവപ്പെടും. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ വെറുത്ത, ഉപദേശിച്ചതിന്റെ പേരിൽ നിങ്ങൾ വെറുപ്പ് കാണിച്ച ആ മാതാപിതാക്കൾ മണ്ണോട് ചേർന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ ഒരുപാട് കാലമെടുക്കും. മൂത്തവരുടെ വാക്ക്, അതേപോലെ തന്നെ തങ്ങളുടെ പിതാക്കളുടെ സ്ഥാനത്തുള്ളവരുടെ വാക്കുകൾക്കും ഗൗരവതരമായ രൂപത്തിൽ അതിന് വെയിറ്റ് കൽപ്പിക്കണം, വാല്യൂ കൽപ്പിക്കണം, വില കൽപ്പിക്കണം. അത് മക്കളുടെയും കടമയാണെന്ന് മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഏറ്റവും സൂക്ഷ്മതയോടുകൂടെയുള്ള ഒരു കുടുംബ ജീവിതം നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബിന് ഇഷ്ടപ്പെടാത്ത എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.